ചുവന്ന രക്താണുക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടാണ് നിൽക്കുക. നമ്മളും അതുപോലെ നിന്നാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചുവന്ന രക്താണുക്കൾ, രക്തക്കുറവും കൊണ്ടല്ലേ ഒരുപാട് പേര് വരിക. രോഗികളായിട്ട് ഒരുപാട് പേര് രക്തക്കുറഞ്ഞു പോയി, അനീമിയ എന്ന് പറഞ്ഞ് വരികയാണ്. എന്താ കാര്യം? ഈ ചുവന്ന രക്താണുക്കൾക്ക് വേണ്ട അയൺ കണ്ടന്റുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണില്ല. അവർക്ക് പോയി പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? കാരണം അത് പരസ്പര ബന്ധിതമാണ്. ഇതാണ് ഇക്കോളജി. ഇന്റർ ഡിപ്പെൻഡൻസിയെ പറ്റി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. പരസ്പര സഹകരണത്തെ പറ്റി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഇക്കോളജി. ആ പരസ്പര ബന്ധം പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ജീവിക്കണില്ലേ? ആരുടെയാണ് ഫോൺ? ആരുടെയോ ഫോൺ അടിക്കുന്നു. ഇത് ഇവിടെ പഠിച്ചിരിക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ഉള്ളിൽ നമുക്ക് ജീവനുള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ചുവന്ന രക്താണുക്കൾക്ക് ജീവിക്കാൻ കഴിയുക. ഉറപ്പായല്ലോ. നമ്മളിവിടെ ജീവിക്കുന്നില്ലേ? എങ്കിൽ നമ്മൾ ഇവിടേക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഭൂമിക്ക് ജീവനുള്ളത് കൊണ്ടാണ്. ഭൂമിക്കൊരു ജീവനുണ്ട്. ഭൂമിയുടെ ജീവന്റെ ഉള്ളിലാണ് ചുവന്ന രക്താണുക്കളെ പോലെ നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? ഭൂമിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നു സൗരയൂഥത്തിൽ. എന്തായിരിക്കാൻ കാരണം? സൗരയൂഥത്തിന് ഒരു ജീവനുണ്ട്. സൗരയൂഥത്തിനൊരു ജീവനുണ്ട്. ആ സൗരയൂഥത്തിന്റെ ജീവന്റെ ഉള്ളിലാണ് നമ്മുടെ ഭൂമി ജീവിക്കുക. ഭൂമിയുടെ ജീവന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവന്റെ ഉള്ളിലാണ് ചുവന്ന രക്താണുക്കൾ ജീവിക്കുക. പിടികിട്ടിയില്ലേ? സൗരയൂഥത്തിന് എന്തുകൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയും? നമ്മുടെ ഗാലക്സിയുടെ ജീവന്റെ ഉള്ളിലാണ്. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താ? മിൽക്കി വേ, ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയുടെ ക്ഷീരാപഥത്തിന്റെ ജീവന്റെ ഉള്ളിലാണ് സൗരയൂഥങ്ങൾ അത്രയും ജീവിക്കുക. ഒരു ഗാലക്സിയിൽ എത്രയോ കോടി സൗരയൂഥങ്ങൾ ഉണ്ടാവും. ഈ സൗരയൂഥങ്ങളെല്ലാം നമ്മുടെ ചുവന്ന രക്താണുക്കളെ പോലെ ഓടി നടക്കുകയല്ലേ? അല്ലേ? മനസ്സിലാകണ്ട. ഇതേ സ്ട്രക്ചറാണ് നമ്മളുടേത്. നമ്മളുടെ എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ബന്ധപ്പെട്ട് കിടക്കണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗാലക്സിക്ക് ജീവനുണ്ട്. ആരുടെ ജീവന്റെ ഉള്ളിലായിരിക്കും ഗാലക്സിയുടെ ജീവൻ? ഗാലക്സി ജീവിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ജീവന്റെ ഉള്ളിലാണ് നമ്മളുടെ ഗാലക്സികളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ ഈ പ്രപഞ്ചം ഒന്നടങ്കം ആരുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്? ഒരു ചൈതന്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവന്റെ ഉള്ളിലാണ് ഗാലക്സികൾ ജീവിക്കുക. ആ ഗാലക്സിയുടെ ഉള്ളിലാണ് സൗരയൂഥങ്ങൾ ജീവിക്കുക. ആ സൗരയൂഥങ്ങളുടെ ഉള്ളിലാണ് ഭൂമി ജീവിക്കുക. ഭൂമിയുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ ഉള്ളിലാണ് ചുവന്ന രക്താണുക്കൾ ജീവിക്കുക. പിടികിട്ടിയോ? അതായത് ജീവൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളിലേക്ക് അനന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ പുറത്തേക്കും അനന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജീവന്റെ സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ സ്ട്രക്ചർ എന്തായിരിക്കാം? മനസ്സിന്റെ സ്ട്രക്ചർ എന്തായിരിക്കാം? സെയിം സ്ട്രക്ചറാണ്. ഇതിനാണ് നിസ്കരിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭൂമിയുടെ മനസ്സും ആയി നമ്മളുടെ മനസ്സ് ലിങ്ക് ചെയ്ത് കിട്ടിയാൽ, ആരുടെ മനസ്സുമായിട്ട് ലിങ്ക് ചെയ്തു? സൗരയൂഥത്തിന്റെ
ജീവനുമായിട്ട് ലിങ്ക് ചെയ്തു, മനസ്സുമായി ലിങ്ക് ചെയ്തു. സൗരയൂഥത്തിന്റെ മനസ്സുമായി ലിങ്ക് ചെയ്താൽ പിന്നെ ആരുടെ ലിങ്ക് ചെയ്തു? ഗാലക്സിയായിട്ട് ലിങ്ക് ചെയ്താൽ പ്രപഞ്ച മനസ്സ്. യൂണിവേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തു. അതായത് നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഒരു യൂണിവേഴ്സ് ഉണ്ട്, പുറത്തും ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് തമ്മിൽ പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഡെഫിനിഷൻ കൊടുത്തത്. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി സുപ്രീം സോൾ. മൊത്തത്തിലുള്ള ജീവൻ സൃഷ്ടിച്ചതാണ് നമ്മളുടെ മനസ്സ്, സുപ്രീം സോൾ, ഫോക്കസ്ഡ് ഇൻ ദി ബ്രെയിൻ ഇൻ അസോസിയേഷൻ വിത്ത് ദി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡ് ഓഫ് ദി എർത്ത് ആൻഡ് ദി യൂണിവേഴ്സ് എന്ന് പറയാൻ കാരണമാണ്. എങ്ങനെയാണ് യൂണിവേഴ്സുമായി നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്? പിടികിട്ടിയല്ലോ, പിടികിട്ടി. അതാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ജീവന് അതിരുകളില്ല, പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നു, പ്രപഞ്ചത്തിന് പുറത്തും നിൽക്കുന്നു. ഒരു ജീവന്റെ ഉള്ളിലാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഭൗതിക വസ്തു. പ്രപഞ്ചമാണ് ഗാലക്സികൾ. ഈ പ്രപഞ്ചം എത്ര ശതമാനം വരും യൂണിവേഴ്സിൻ്റെ? 4%. വെറും 4% മാത്രമാണ് ഉള്ളത്. ബാക്കി 96% ഇവിടെ ആത്മാവും ആകാശം ബാക്കി കിടക്കുകയാണ്. 96% ആകാശം വെറുതെ കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ കുറേ ആകാശം വെറുതെ കിടക്കല്ലേ, സ്പേസ് കിടക്കല്ലേ. അല്ല, ഇനി സൂര്യനുമായിട്ടാണെങ്കിലോ? അപ്പം നമ്മുടെ ഭൂമിയുടെ വലിപ്പത്തിൻ്റെ എത്ര ഭൂമി അടുക്കി വെച്ചാൽ സൂര്യനിലെത്താം? അതാണ് 96% വരുമെന്ന് പറയാൻ കാരണം. അതായത് ഭൗതിക ഫോംസ് ഉണ്ടായിരിക്കുന്നത് 4% അടുത്തേ എത്തിയിട്ടുള്ളൂ. ഇനിയും നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും സൂര്യന്മാരും എല്ലാം കൂടി ചേർന്നാൽ ഈ നമ്മുടെ സ്പേസിൻ്റെ എത്ര ശതമാനം ഓക്യുപ്പൈ ചെയ്തു? വെറും 4% ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി 96% കിടക്കില്ലേ. ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ കിടക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഇതിനകത്താണ് നമ്മൾ വന്നിട്ട് നമുക്കൊരു ഗാലക്സി ഉണ്ട്. അതായത് ഒരു പ്രപഞ്ചത്തിനെ വരക്കാൻ പോവുകയാണ് ഞാൻ. ഇതൊരു ഗാലക്സിയാണ്. ഈ 4% സാധനത്തിനാണ് വരയ്ക്കുന്നത്. രണ്ടാമത്തെ ഗാലക്സിയാണ്. മൂന്നാമത്തെ ഗാലക്സിയാണ്. എത്രയായി? 4, 5, 6, 7. ഒരു പൂ വിരിഞ്ഞാൽ എന്തെടുക്കും? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൻ്റെ പേരെന്താ? നമ്മുടെ ഗ്രാവിറ്റേഷണൽ സെൻറ്ററിൻ്റെ പേരെന്താ? സന്നിധാനം. ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പേരെന്താ? തിരുസന്നിധാനം. മനസ്സിലായില്ലേ? തിരുസന്നിധാനം. ഇതിനെയാണ് സകല സൂര്യന്മാരും കൂടി ചുറ്റിക്കൊണ്ടിരിക്കണേ. ഗാലക്സികൾ ഒന്നടങ്കം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കേന്ദ്രത്തിന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സിക്കകത്തൊരു സൂര്യനുണ്ട്. എല്ലാ ഗാലക്സികൾക്കും ഒരു കേന്ദ്രമുണ്ട്. അതിന് ചുറ്റുമാണ് സൗരയൂഥം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിടികിട്ടില്ലേ? എല്ലാ ഗാലക്സികൾക്കും ഒരു കേന്ദ്രമുണ്ട്, ഒരു സൂര്യനുണ്ട്. ആ സൂര്യനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല, അതല്ലേ? ഒരു സൂര്യനുണ്ട്, ഒരു കേന്ദ്രമുണ്ട്. സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്. ആരാണത്? സൂര്യനാണ്. എന്നാൽ ഗാലക്സിക്ക് ഒരു സൂര്യനുണ്ട്. ആരായിരിക്കും അത്? സൂര്യന്മാരുടെ സൂര്യനെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയെയും നമ്മളെയും കൊണ്ട് എങ്ങാട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് എങ്ങോട്ടാണ് കൊണ്ടുപോണേ അറിയാൻ പാടില്ല. ഇത് കേന്ദ്രത്തിനുള്ളിൽ കൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മളുടെ മിൽക്കി വേ ആണെന്നിരിക്കട്ടെ. ഈ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ നിറം എന്തായിരിക്കാം? കാണാമോ നിങ്ങൾക്ക്? വേണം ഇങ്ങോട്ട് വാ. വൈറ്റാ. ആകാശം എങ്ങനെ ആയിരിക്കും? എന്താ നിറം? നീല. കടലിൻ്റെ നിറം എന്താ? നീല. ശ്രീകൃഷ്ണൻ്റെ നിറം എന്താ? നീല. എന്തായിരിക്കാം ആ സൂര്യൻ്റെ നിറം? നീല സൂര്യനാണ്. നീല സൂര്യനാണിത്. മനസ്സിലായില്ലേ? നീല സൂര്യനാണ്. അങ്ങനെയാണ് ഇപ്പുറത്തെ ഗാലക്സിയുടെ നിറം, സൂര്യൻ്റെ നിറം എന്തായിരിക്കും? ആ 7 നിറങ്ങളും വരും. അപ്പൊ വിബ്ജിയോർ എന്ന് പറഞ്ഞേ വയലറ്റ്. അപ്പൊ ഇതിന്റെ അടുത്ത് എന്താ വരിക? ബ്ലൂ. ഗ്രീൻ ആണ്. ഇത് ബ്ലൂ ആണ്, ഗ്രീൻ. പിന്നെ വിബ്ജി അയ്യല്ലേ? ഇൻഡിഗോ ഗ്രീൻ. പിന്നെ വൈ യെല്ലോ, ഓറഞ്ച്, റെഡ്. പിടികിട്ടിയ? അപ്പോ നമ്മുടെ പ്രപഞ്ചം എത്ര എതളുകളുള്ള പൂവാണ്? 7 നിറങ്ങളുള്ള വിബ്ജിയോർ വരും. മഴവില്ല് കാണുന്നതിൻ്റെ കാരണം ഇതാ. മനസ്സിലായില്ലേ? നമ്മൾ മഴവില്ല് കാണുന്നതിൻ്റെ കാരണം ഇതാ. അതിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള നിറങ്ങളുണ്ട്. ഇപ്പം ഗ്രീൻ വന്നാൽ മഞ്ഞപ്പച്ചയുണ്ട്, നീലപ്പച്ചയുണ്ട്, ഇങ്ങനെ വരും. അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിൽ വരും. നിറത്തിന് ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി 4% ഉള്ളൂ. ഇതെല്ലാം കൂടിയാണ് ഈ 4% എന്ന് പറയുന്നത്. പിടികിട്ടണുണ്ടോ? പ്രപഞ്ചം. ഇതുകൊണ്ടാണ് പറഞ്ഞത് പ്രപഞ്ചം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. നമ്മൾ ചന്ദ്രനിൽ പോയി എന്താ നോക്കിയേ? അവിടെ ജീവനുണ്ടോ എന്ന് നോക്കേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ ജീവനില്ലേ? ജീവികളില്ല എന്നാണ് നോക്കണേ. അവിടെ ജീവനുണ്ട്. ചന്ദ്രനെ കൊണ്ടിടണ വിത്തുകൾ വളർന്ന് വലുതായാൽ എന്തായിരിക്കും ഉണ്ടാകുക? പൂക്കളും കായ്കളേ ഉണ്ടാവുള്ളൂ. ഇല വേണ്ട. അവിടെ ചന്ദ്രനിൽ ഇല വേണ്ടെന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാം. ഒരു കാലത്ത് നിങ്ങൾ വിത്ത് കൊണ്ടുപോയി ചന്ദ്രനിലിട്ടാൽ അവിടെ പൂക്കൾ പച്ച വേണ്ട, മനസ്സിലല്ലേ? പച്ച നിറം വേണ്ട, പൂക്കളുടെ നിറങ്ങളായിരിക്കും വരിക. ഈ 7 നിറങ്ങളും നിറഞ്ഞ പൂക്കളായിരിക്കും ഉണ്ടായിക്കൊണ്ടേ പൂക്കൾ. ഇവിടെ എന്തായിരിക്കും? പച്ചപ്പ്. നമ്മുടെ ധർമ്മം എന്താ? ഭൂതലം മുഴുവൻ, ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റുക. ഇത് നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് മാത്രമല്ല, ചന്ദ്രൻ്റെ ഉപരിതലവും കൂടി പച്ചപ്പാക്കി മാറ്റണം. അതെന്താണ്? ചന്ദ്രനെ കൂടി നമ്മൾ കൂട്ടുപിടിച്ചേ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഭൂമിയുടെ മനസ്സെന്ന് പറയുന്നത് ഭൂമിയുടെ മനസ്സ് മാത്രമല്ല, ചന്ദ്രൻ്റെയും കൂടി മനസ്സാണ്. ആ ചന്ദ്രനാണ് നമ്മളുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ആള്. വികാരങ്ങളെ സ്വാധീനിക്കുന്ന ആളാരാണ്? ചന്ദ്രനാണ്. നമ്മുടെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കുന്ന ആരാണ്? ചന്ദ്രൻ. അതൊക്കെ നമുക്കറിയാം. പിടികിട്ടിയല്ലോ? സ്ട്രക്ചർ ഇതാണ്. അതായത് ഒരു ഗാലക്സിയുടെ ഉള്ളിൽ, ഒരു ജീവൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ, അങ്ങനെ പോകും. നമ്മുടെ പ്രപഞ്ചം എന്താണെന്ന് പിടികിട്ടിയോ? ഇലയുടെ ആവശ്യമില്ല. ഇലയുടെ ആവശ്യമില്ല അവിടെ. അതായത് ചന്ദ്രൻ്റെ പ്രഭ കിട്ടിയിട്ടാണ്, സ്വാധീനത്തിലാണ് നമ്മളിവിടെ വികാരമുണ്ടായി, പൂവുണ്ടായി, കായുണ്ടാകുക. ചന്ദ്രനിൽ ആൾറെഡി ആ വികാരമാണ് നിൽക്കണേ. പിന്നെന്തിനാണ് ഇല? പിടികിട്ടിയില്ലേ? ആര്? പച്ചപ്പ് വേണ്ടല്ലോ. ഭൂമിയിൽ പച്ചപ്പുണ്ടാക്കാം. ചന്ദ്രനിൽ കൊണ്ടുപോയി നമ്മൾ വിത്തിട്ടാൽ അവിടെ പച്ചപ്പ് ഉണ്ടാവില്ല. ആവശ്യമില്ല.
അല്ലാതെ തന്നെ പൂക്കാനുള്ള വികാരം അവിടെ ഉണ്ട്. നമ്മൾ എന്തിനാണ് നെല്ല് വിത്ത് പിന്നെ മഞ്ഞ് കൊള്ളിക്കണേ? നെല്ല് വിത്ത് സൂക്ഷിക്കുമ്പോൾ നെല്ല് വിത്ത് ഉണക്കി പത്തായത്തിലിട്ടിട്ട് നല്ല നിലാവുള്ള രാത്രിയിലെടുത്ത് മഞ്ഞ് കൊള്ളിച്ച് വീണ്ടും എടുത്ത് പത്തായത്തിലിട്ടിട്ടാണ് വിത്ത് വിതയ്ക്കണേ. പണ്ട് കാലത്ത്, ഇന്നത്തെ കാര്യമല്ല. ഇന്ന് വല്ലയിടത്തു നിന്ന് മേടിച്ചിട്ടാ. അതായത് വിത്തുകൾക്ക് വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കിളുക്കാനും വളരാനും പോളിനേഷൻ നടന്ന് പുതിയ ജനുസിനെ ഉണ്ടാക്കാനും അനന്തര തലമുറയെ ഉണ്ടാക്കാനും ഉള്ള വികാരം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണേ. പണ്ടുള്ളവർ നിലാവെന്ന് പറഞ്ഞ ചന്ദ്രന്റെ വെട്ടം, വികാരം, ചന്ദ്രന്റെ സ്വാധീനം അവിടെ പൂർണ്ണമായിട്ടും വരും. ഒരു പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ പൂർണ്ണമായും വികാരം വരുമെന്ന് പണ്ടുള്ള മനുഷ്യർക്ക് അറിയാമായിരുന്നു. പൗർണമി ദിവസം വിത്തെടുത്ത് വെയിലത്തിടും. ചന്ദ്രൻ പക്കം നോക്കിയിട്ടാണ് വിത്തിടുന്നതും വിത്തിന് വേണ്ടിയിട്ട് കാര്യം ചെയ്യുന്നതും എല്ലാം. അത് മീനിനൊക്കെ ഉണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട്. വേലിയേറ്റവും വേലിയിറക്കമെന്നുണ്ടെങ്കിൽ ചന്ദ്രസ്വാധീനം നമ്മളിലില്ലേ? നമ്മുടെ ഉള്ളിൽ ചന്ദ്രസ്വാധീനം എപ്പോഴും അനുനിമിഷം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെ, ആസ്മ, ബ്രോങ്കൈൽ ആസ്മ, കർത്തവാവിൻ്റെ നിന്ന് ഭയങ്കരമായിട്ട് വലിക്കും. കൈ രണ്ടും മേളി പിടിച്ചു നിന്നുകൊണ്ട് വലിക്കും. കർത്തവാവിൻ്റെ നിന്ന് പ്രസവിക്കും. പ്രസവിക്കാറായി നിൽക്കുന്ന പശു കർത്തവാവിൻ്റെ അന്ന് വീട്ടുകാർ ഉറങ്ങില്ല. കാര്യം എന്താണ്? അന്ന് രാത്രി പ്രസവം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. മരിക്കാൻ കിടക്കുന്ന ഒരാൾ ഉറങ്ങില്ല, കർത്തവാവിൻ്റെ അന്ന് പോയിരിക്കും. അതാണ് ആ ചന്ദ്രനുമായിട്ടുള്ള ബന്ധം പണ്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. എൻ്റെ സ്വാധീനം. ഇപ്പം ഗാലക്സിയെ പറ്റി നമ്മൾ അറിയുക. ഇപ്പം ഒരു 7 എതളുകളുള്ള പൂക്കളാണ്. ഇപ്പം എത്ര എതളുകളുണ്ട് ഈ പൂവിന്? ഇപ്പം 7 എതളുകളേ ഉള്ളൂ. ഇതിൻ്റെ റിപ്ലിക്കേഷനാണ് നമ്മുടെ ഇവിടെ കാണുന്ന പൂക്കൾ മുഴുവൻ. അതല്ലേ? പൂക്കളിൽ 7 എതളുകളേ ഉള്ളൂ. കൂടുതൽ ഇതളുകളുണ്ട്. ഇത് വലുതായിക്കൊണ്ടിരിക്കും. ഈ ഇതളുകൾ വലുതായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ പുതിയ ഇതളുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. പുതിയ ഗാലക്സികൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ജനിച്ചത് വലുതായിക്കൊണ്ടേയിരിക്കും. പിടികിട്ടിയല്ലോ? മനസ്സിൻ്റെ സ്ട്രക്ചറും ജീവൻ്റെ സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്. ജീവൻ ആര്? ആരെയായിരിക്കും? 6% ജീവന്റെ ഭാഗമായിട്ട് എനർജി ആയിട്ട് പോകും. ഹീറ്റ് വിട്ടു പോകും. ടൈം ഔട്ട് വേണമല്ലേ? തലപെരുത്ത ഇത് തലപെരുക്കാൻ മാത്രം. നേരത്തെ ഇതിന്റെ പകുതി പഠിപ്പിച്ചതാണ്. തലയൊന്നും പെരുത്തിട്ടില്ല. ഇവരുടെ തലയൊന്നും പെരുത്തിട്ടില്ല. വെറുതെ പെരുപ്പിക്കാതെ. കാരണം ഇനി കിടക്കണേ. പുതിയൊരു സാധനം ഇന്ന് ചെയ്തിട്ടേ ഞങ്ങൾ കാശിക്ക് പോവുള്ളൂ. അതാണ് പ്രശ്നം. കൃഷിയുടെ പുതിയ അറിവ്, ജീവത്തായ അറിവുകൾ പഠിക്കുന്നതിന് മുമ്പ്, ജീവന്റെ അറിവുകൾ പഠിക്കുന്നതിന് മുമ്പ് ജീവനെ പറ്റി പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഠിച്ചത്. ഇത് പിടികിട്ടിയല്ലോ. ജീവൻ എന്താണെന്ന് പിടികിട്ടി, ജീവന്റെ സ്ട്രക്ചർ എന്താണെന്ന് പിടികിട്ടി. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയുടെ ജീവന്റെ ഉള്ളിലാണ്. ഭൂമിയുടെ ജീവൻ എന്നല്ല പറയേണ്ടത്, ഭൂമണ്ഡലത്തിൻ്റെ ജീവനാണ്. അതായത് ഭൂമിയും ചന്ദ്രനും ചേർന്നതാണ് ഭൂമണ്ഡലം. അതിനൊരു മനസ്സാണ്. ഒരു മനസ്സ്. അതുകൊണ്ടാണ് ഒരുമിച്ച് ഇതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനസ്സായതുകൊണ്ടാണ്. അപ്പോൾ ചന്ദ്രനെ ഭൂമി അട്രാക്റ്റ് ചെയ്യുന്നുണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ വന്ന് ഭൂമി വീഴേണ്ടതല്ലേ? അല്ലേ? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ചന്ദ്രൻ വന്ന് ഭൂമിയിൽ പതിക്കേണ്ടതല്ലേ? എന്തേ പതിക്കാതെ കൃത്യമായ ഒരു ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ആരോ ഒരാള്
തിരിച്ചു വലിക്കുന്നുണ്ട്. ആരാണ് ആ വലിക്കുക? ആ കേന്ദ്രമാണ് വലിക്കുക. മനസ്സിലായില്ലേ? കേന്ദ്രം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, ഒരു ചരട് അങ്ങോട്ടുണ്ട്, ഒരു ചരട് ഇങ്ങോട്ടും ഉണ്ട്. കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കും. ഫിസിക്സ് പറയുന്നുണ്ട്. ആ, എന്തുകൊണ്ട് ഇത് വീഴണില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും വീഴണം. അല്ലെങ്കിൽ ഭൂമിയും ചന്ദ്രനും കൂടി പോയി സൂര്യനിൽ വീഴേണ്ടതല്ല. ആ, ഒരു ഇങ്ങോട്ടും വലിക്കൂ, അങ്ങോട്ട് വലിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അത് നമ്മൾ ഗാലക്സികളുടെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കേന്ദ്രമാണ്, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണത്. അതാണ് നമ്മളെ തിരുസന്നിധാനം എന്ന് പഠിക്കുക. ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഒഴുക്കിയിരിക്കുക. ഇനിയാണ് വികസനം കിട്ടുക. മനസ്സിലെ? ചിന്തകളുടെ ഒഴുക്ക് ലൈംഗിക കേന്ദ്രത്തിലേക്കായിരുന്നു, താഴോട്ടാണ്. ആ ചിന്തകളുടെ ഒഴുക്ക്, അതായത് സകല പുഴകളും ഒഴുകുന്നത് എവിടെ ചെന്ന് ചേരാനാണ്? സമുദ്രത്തിൽ ചേരാനാണ്. പുഴ ഒഴുകാനായി ജനിച്ചതാണ്. ആ പുഴകൾ ഒഴുകി 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 ഒടുവിൽ ചെന്ന് ചേരുന്നത് കടലിലാണ്. അതേമാതിരി തന്നെ നമ്മുടെ ചിന്തകൾ മുഴുവൻ ഒഴുകി ഒഴുകി എത്തേണ്ടത് പ്രപഞ്ച കേന്ദ്രത്തിലേക്കാണ്, തിരുസന്നിധാനത്തിലേക്കാണ്. ഇനി തിരുസന്നിധാനത്തേക്ക് പോകാൻ എളുപ്പമല്ലേ? തിരുസന്നിധാനം നേരത്തെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇനി നമ്മളുടെ ശരീരത്തിനുള്ളിൽ ചുവന്ന രക്താണുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. ചുവന്ന രക്തം വേറൊരു ജീവി അങ്ങനെ ജീവിക്കുന്നു. കുറേ ടിഷ്യൂകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായത്? അവയവങ്ങൾ ഉണ്ടായത്. ഇപ്പം കണ്ണ് എന്ന് പറയുന്നത് കുറേ ടിഷ്യൂകൾ, കോശങ്ങൾ ചേർന്നിട്ട് ടിഷ്യൂകൾ ചേർന്നിട്ട് ആശ്രയത്തിൽ പഠിച്ചായിരുന്നു. അപ്പം ഈ കണ്ണിന് ഒരു ജീവനുണ്ട്, കണ്ണിന് പ്രത്യേക ജീവനുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം? നമ്മുടെ കണ്ണെടുത്ത് വേറൊരാളുടെ അടുത്ത് സൂട്ടബിൾ ആക്കാം, ടെക്നോളജി ഉപയോഗിച്ച് എടുത്ത് വെക്കാം. നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ജീവനുണ്ട്. നമ്മുടെ ജീവൻ്റെ ഉള്ളിലാണ് ഹൃദയത്തിൻ്റെ ജീവൻ. അപ്പോൾ ആ ജീവൻ ഇരിക്കുന്ന ഭാഗം മുഴുവൻ കറക്റ്റായിട്ട് അടർത്തിയെടുത്താൽ വേറൊരാളിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ട് പിടിപ്പിക്കാം. അത് എന്താണ്? പ്രത്യേകം സ്ട്രക്ചർ അതാണ്. ഒരു ജീവൻ്റെ ഉള്ളിലാണ് മറ്റൊരു ജീവൻ. നമ്മുടെ കിഡ്നിക്ക് പ്രത്യേകമായ ഒരു ജീവനുണ്ട്. നമ്മുടെ ജീവൻ്റെ ഉള്ളിൽ കിഡ്നിയുടെ ജീവൻ. അതുകൊണ്ട് ആ കിഡ്നി മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് വേറൊരാളുടെ കിഡ്നി എടുത്ത് സൂട്ട് ചെയ്യാം. ആ ജീവൻ്റെ സ്ട്രക്ചർ അതായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. പിടികിട്ടില്ലേ? എന്തുകൊണ്ട് ഒരാളിൻ്റെ കണ്ണെടുത്ത് വേറൊരാളിന് വെക്കുക? ഒരാൾ ചത്ത് എത്രയോ മിനിറ്റുകൾക്കുള്ളിൽ ആ കണ്ണെടുക്കാമെങ്കിൽ വേറൊരാൾക്ക് വെച്ച് പിടിപ്പിക്കാം. പറ്റണില്ലേ? അങ്ങനെ പറ്റണതിൻ്റെ കാരണം ഈ സ്ട്രക്ചറിൻ്റെ ഗുണമാണ്, നമ്മുടെ ശരീരഘടനയുടെ ഗുണം കൊണ്ടാണ് അങ്ങനെ നിൽക്കുക. അപ്പോൾ സ്ട്രക്ചർ പൂർണ്ണമായല്ലോ, പൂർണ്ണമായും മനസ്സിലാക്കി. ഇനി ജീവൻ്റെ തലങ്ങൾ പഠിക്കും. ജീവൻ്റെ തലങ്ങളല്ല, ജീവൻ്റെ ഭാവങ്ങൾ പഠിച്ചിട്ട് തലങ്ങൾ പഠിക്കാം. ജീവൻ്റെ ഭാവം, ജീവന് രണ്ട് ഭാവങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ഭാവങ്ങളാണ്. സ്ത്രീ പുരുഷ ഭാവങ്ങൾ അങ്ങനെയല്ലേ കാണുന്നത്? കല്ലിന് സ്ത്രീ പുരുഷ ഭാവങ്ങളുണ്ടോ? ഉണ്ട്. ഒരു കല്ലിലൊരു സ്ത്രീ കല്ലുമുണ്ട്, ഒരു പുരുഷ കല്ലുമുണ്ട്. സൗണ്ട് വ്യത്യാസമുണ്ട്. അതായത് ഒരു സ്ത്രീ വിഗ്രഹം കൊത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കല്ലും കൊണ്ടൊരു ശില്പിയെടുക്കെ ചെന്നാൽ അയാൾ ആദ്യം എന്താ ചെയ്യുക? കൊട്ടി നോക്കിയിട്ട് അതിന് പുരുഷ ശബ്ദമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കൊണ്ടുപോയിട്ട് ഒരു സ്ത്രീ കല്ല് കൊണ്ടുവരാൻ പറയും. നമ്മളുടെ ശബ്ദത്തിനും സ്ത്രീക്കും പുരുഷനും വ്യത്യാസം ഇല്ലേ? സ്ത്രീയുടെ ശബ്ദവും പുരുഷൻ്റെ ശബ്ദവും രണ്ടുണ്ടല്ലേ? രണ്ടും രണ്ടാണ്. നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? നമുക്കത് തിരിച്ചറിയാം. ശില്പിക്ക് കല്ലിൻ്റെ ശബ്ദം തിരിച്ചറിയാം. നമസ്ക കല്ലുകൊണ്ട് മനുഷ്യരിലും ഇല്ല നമസ്കാരങ്ങൾ.
എല്ലാത്തിലും ഉണ്ട്. അപ്പൊ സ്ത്രീ പുരുഷ ഭാവങ്ങളുണ്ട്. മനസ്സിലായില്ല? അത് കല്ലിലുണ്ട്, മണ്ണിനുണ്ട്, മരങ്ങൾക്കുണ്ട്. മരങ്ങൾക്കും ഇല്ലേ സ്ത്രീ പുരുഷ ഭാവങ്ങൾ? മൃഗങ്ങൾക്കില്ലേ? ഉണ്ട്. മനുഷ്യനും ഇല്ലേ? ഇപ്പൊ രണ്ട് ഭാവങ്ങളുണ്ട്. നമ്മൾ ആകാശത്തിന് ഒരു സ്ത്രീ ഭാവമുണ്ട് ഇല്ലേ? അതിൻ്റെ പുരുഷഭാവം ഏതാണ്? ആത്മാവാണ്. ആകാശവും ആത്മാവും ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയത്? എന്തിനെ സൃഷ്ടിച്ച്? ആദി പിതാവും ആദി മാതാവുമാണത്. അവരെന്തിനെ സൃഷ്ടിച്ച്? സ്ത്രീ പുരുഷ ഭാവം ഇല്ലാതെ സൃഷ്ടി നടക്കില്ല. അവരെന്തിനെ സൃഷ്ടിച്ച്? ശബ്ദം. ശബ്ദത്തെ സൃഷ്ടിച്ചു. ആ ശബ്ദത്തിന് സ്ത്രീ പുരുഷ ഭാവങ്ങളില്ലേ? ഓങ്കാരം ശബ്ദം, പക്ഷെ അതിന് സ്ത്രീ പുരുഷ ഭാവങ്ങളില്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് സ്ത്രീ പുരുഷ. അപ്പൊ ശബ്ദത്തിന് സ്ത്രീ പുരുഷ ഭാവങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് തിരിച്ചറിയാൻ പറ്റുക. ഇനി ഒരു സ്ത്രീ ആ ജീവന്റെ ഭാവമുള്ളത് കൊണ്ടാണ് ആ രൂപം വന്നത്. സ്ത്രീ ഭാവമുള്ളത് കൊണ്ടാണ് സ്ത്രീ രൂപപ്പെട്ടത്. ആ സ്ത്രീയുടെ ഉള്ളിൽ ആരുണ്ട്? ഹോർമോൺ ചേഞ്ച് ചെയ്താൽ എന്ത് വരും? ഒരു പുരുഷഭാവമുണ്ട്. സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്. സകല സ്ത്രീകളുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ട്. അപ്പൊ സ്ത്രീ ശാക്തീകരണം എന്നാൽ എന്തായിരിക്കും? പുരുഷ ശാക്തീകരണം കൂടി ആവില്ലേ അത്? സ്ത്രീ ശാക്തീകരണം വെറുതെ അതും ഇതും പറഞ്ഞിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ സ്ട്രക്ചർ അറിയാൻ മേലായിട്ടാണ് ഈ വാശി വൈരാഗ്യമൊക്കെ വരിക. സ്ട്രക്ചർ അറിയില്ല. അപ്പോ ഒരു സ്ത്രീ, ഇത് സ്ത്രീയാണ് അല്ലേ? സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്. ഈ പുരുഷന്റെ ഉള്ളിലോ? അത് തന്നെ, ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ഉള്ളിലോ ഒരു പുരുഷനുണ്ട്. ആ പുരുഷന്റെ ഉള്ളിലോ ഇത് അനന്തമായി പോകും. മനസ്സിലായില്ലേ? ഒരു സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്. ആ സ്ത്രീയുടെ ഉള്ളിലെ പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ഇത് അനന്തമായി പോകും. ഇത് സെയിം ആണ് പുരുഷന്റെ കാര്യത്തിലും വന്നാൽ. ഈ പുരുഷന്റെ ഉള്ളിൽ ആരുണ്ട്? സ്ത്രീയുണ്ട്. അതെവിടെ കാണാം? ആ സിനിമയിൽ കാണാം. ഏതാ സിനിമ? ഒരു സിനിമ ഉണ്ടല്ലോ, ശാന്ത് ഹോട്ടലിൽ കാണാം. ശാന്ത് ഹോട്ടലിൽ കാണാം. ആ സാധനം കാണാം. ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ആ പുരുഷന്റെ ഉള്ളിലെ സ്ത്രീഭാവം അധികരിച്ച് നിന്നാൽ സ്ത്രീയുടെ സ്വഭാവങ്ങളും ചലനങ്ങളും വരും, ശബ്ദവും വരും. കാരണം ഇത് അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അങ്ങനെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്, അതിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്, അതിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്, അനന്തമായി അത് പോയിക്കൊണ്ടിരിക്കും. ജീവൻ്റെ അതേ സ്ട്രക്ചറാണ് സ്ത്രീ പുരുഷ ഭാവത്തിനുമുള്ളത്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴി. അണ്ടിയാണോ മാവാണോ ആദ്യം ഉണ്ടായത്? ഏതാ വന്നേ? അണ്ടിയും മാവും ഇല്ല, രണ്ടും ഒന്നാണ്. സ്ത്രീയും പുരുഷനും വേറിട്ടല്ല, രണ്ടും ഒന്നാണ്. അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. കാരണം അത് ശാക്തീകരിക്കപ്പെട്ടതാണ്. അറിയാൻ പാടില്ല. അതായത് പുരുഷനേക്കാളും വ്യത്യാസം സ്ത്രീകൾക്ക് എന്തുകൊണ്ടെന്നുള്ള ഈ സ്ട്രക്ചറിൽ സ്ത്രീഭാവത്തിനാണ് പ്രാധാന്യം കൂടുതൽ. പുരുഷനേക്കാളും പ്രാധാന്യം കൂടുതൽ സ്ത്രീ സ്ട്രക്ചറിലാണ്. എന്താ കാര്യം? സ്ത്രീക്ക് മാത്രമേ ഒരു പുരുഷനെ സൃഷ്ടിക്കാൻ പറ്റൂ അല്ലേ? സൃഷ്ടി നടത്തണമെന്നുണ്ടെങ്കിൽ ആർക്കാ പറ്റുക? എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആന്തരിക ആത്മാവിലേക്ക് വന്നിട്ട് ഒരു സ്ത്രീയിലൂടെ മാത്രമേ ഈശ്വര ചൈതന്യം ഭൂമിയിലേക്ക് അവതരിക്കാൻ പറ്റൂ. പിറക്കുന്ന കുട്ടികൾ മുഴുവൻ ഡിവൈനാണ് എങ്കിൽ ആ ഡിവൈൻ കുഞ്ഞ് വരുന്നത് ആരിലൂടെയാണ്? ഡിവൈൻ മദറിലൂടെ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറഞ്ഞ സാധനം സ്ട്രോങ് ആയിട്ട് എടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരു സ്ത്രീയുടെ ഉള്ളിലൂടെ
സ്ത്രീക്കും വരാൻ പറ്റൂ, പുരുഷനും വരാൻ പറ്റൂ. അപ്പം ഈ ഭാവങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് സ്ത്രീഭാവമാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ശക്തിയൊന്നും പകരേണ്ട കാര്യമില്ല. ആൾറെഡി അതാണ്. ആണെന്ന് അറിയണില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അതിലേക്ക് കിട്ടുക. ഇപ്പം ഞങ്ങളുടെ അവിടെ പഠിക്കാൻ വന്ന ഒരു പെങ്കൊച്ച്, അവൾ പെണ്ണാണ്, അവൾക്ക് ആരാകണം? അവൾക്ക് ആണാകണം. അപ്പോൾ അവളെന്താ ചെയ്തത്? ഡ്രസ്സ് മാത്രമല്ല, അവൾ ബ്രഷൊക്കെ എടുത്ത് കളഞ്ഞ് ആണായിട്ട് നടക്കുക. ഇപ്പോൾ കല്യാണം ചോദിച്ചോ, കല്യാണം കഴിച്ച് ഡൈവോഴ്സായി. എന്നിട്ട് ബ്രസ്റ്റ് സർജറി ചെയ്ത് ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ആണായിട്ട് നടക്കുക. ഹോർമോൺ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത്. എന്തായിരിക്കും അനുഭവം? ഒരു 6-7 വർഷത്തിനുള്ളിൽ കട്ടിലേൽ കിടക്കും, ഫ്ലാറ്റായിട്ട് കിടക്കും, എഴുന്നേക്കില്ല. ഇനി ജീവൻ്റെ തലങ്ങൾ പഠിക്കണം. ജീവൻ്റെ തലങ്ങൾ ഇത് ഭാവങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇത് പോരെ, ഇനി തന്നെത്താൻ മനസ്സിലാക്കണം ആ ഭാവങ്ങൾ. ഇത് പൂക്കളിൽ കാണാം. അത് ഇപ്പോൾ കുടംപുളി, ആൺപുളിയുണ്ട്, പെൺപുളി. ജാതി, ആൺജാതിയുണ്ട്, പെൺജാതിയുണ്ട്. എല്ലാ മരങ്ങളിലും ഉണ്ട്. എന്നാൽ ചില മരത്തിൽ ആണും പെണ്ണും ഉണ്ട്, പ്രകടമായി നിൽക്കും. ചിലടത്ത് മാവില് അതിനകത്ത് തന്നെയാണ് പൂക്കൾ, ആണും പെണ്ണും. ഇതൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രസക്തമായ സാധനങ്ങളാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഇതൊക്കെ കാണാൻ പറ്റും. ജീവന്റെ തലങ്ങൾ. ഇതെന്തുവാ? ഇത് കാലം എങ്ങോട്ട് പോകും? കാലം എങ്ങോട്ട് പോകും? മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം സംസാരചക്രമോ, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്കിനി പുറകോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ മൃഗത്തിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ എങ്ങോട്ട് പോകാം? ഡിവൈനിലേക്ക് പോകാം. അല്ലെങ്കിലോ ഇവിടെ നിന്ന് നാമാവശേഷമാകാം. അല്ലേ? ഡിനോസറിന് പറ്റിയതുപോലെ ഇവിടെ നിന്ന് നാമാവശേഷമാകാം. ഏത് വേണമെന്ന് ആരാ തീരുമാനിക്കുക? തെരഞ്ഞെടുപ്പ് ആരുടേതാണ്? അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു. ഒരു ദൈവങ്ങളും ഇതിനകത്ത് ഇടപെടില്ല. അതല്ല, ആൾറെഡി ദൈവമായിട്ട് തന്നെ ഇങ്ങോട്ട് വിട്ടതാ. പിന്നെ ദൈവം അതിനകത്ത് ഇടപെടണോ? ദൈവം അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ദൈവമായിട്ട് തന്നെ അവതരിച്ചതാണ്. പക്ഷേ ജീവന്റെ തലവും എന്ത് പറ്റും? കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജീവന്റെ തലം ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവിടെയോ ഡൈവേഴ്സിറ്റി. കാലം മുന്നോട്ട് പോകുമ്പോൾ, ജീവന്റെ തലം ഉയർന്നുയർന്നു പോകുമ്പോൾ വൈവിധ്യം കൂടിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഇത് നോക്കാത്ത കൊണ്ടാണ് എന്ത് പറ്റണേ? കൃഷിയിൽ ഏതെങ്കിലും ഒരെണ്ണം നടാനായിട്ട് നോക്കണത്. വൈവിധ്യം കൂടിക്കൊണ്ടേയിരിക്കും. തേങ്ങ, ഒരു കൊല തേങ്ങ ഇട്ടു നമ്മൾ. ആ ഒരു കൊല തേങ്ങ ഇട്ട് ഒരു കൊലയിൽ 20 എണ്ണം ഉണ്ട്, 20ഉം പാകി. ആ തെങ്ങിൻ്റെ ഗുണം വല്ലതും കാണിക്കും അതിനകത്ത്? 20 എണ്ണം ആയിരിക്കും. 20 എണ്ണം, 20 സ്വാദായിരിക്കും, 20 ക്വാളിറ്റി ആയിരിക്കും. അതായത് നട്ട് കഴിഞ്ഞാൽ പിന്നെ 20 എണ്ണം തെങ്ങുകളാണ് വരും. മനുഷ്യര്, എത്രയോ കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. എത്ര ഇനമുണ്ട്? എത്ര കോടി മനുഷ്യരുണ്ടോ അത്ര ഇനമുണ്ട്. ഇനി പുതിയത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരോ വേറൊരു ഇനമാണ്. അതായത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഡൈവേഴ്സിറ്റി, വൈവിധ്യം കൂടിക്കൊണ്ടേയിരിക്കണം. സമ്മതിച്ചല്ലോ? അപ്പം ഇത് ജീവൻ്റെ ഏറ്റവും താഴ്ന്ന തലാണ്. ഇതില്ലേ, ജീവൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളത് ആരാണ്? കല്ല്, മണ്ണ്. കല്ലിനും മണ്ണിനും ജീവനുണ്ട്,
പക്ഷേ ജീവന്റെ തലം ഏറ്റവും താഴ്ന്ന തലമാണെന്നേ ഉള്ളൂ. ജീവനില്ല എന്ന് പറയരുത് കല്ലിന്. അതുകൊണ്ടല്ലേ കൊട്ടി നോക്കിയപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞ്. പക്ഷേ അത് ഏറ്റവും താഴ്ന്ന തലമാണ്. കല്ല് പൊടിഞ്ഞ് മണ്ണായി. എങ്ങനെ? ഇതാണ് പഠിക്കുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ? കല്ലിന് ഒരു ഇച്ഛയുണ്ടായി. എന്തുണ്ടായി? ഒരു ഇച്ഛയുണ്ടായി. എന്താവാൻ? മണ്ണാവാൻ ഒരു ഇച്ഛയുണ്ടായി. അപ്പൊ ആര് സഹായിച്ചു? മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിച്ചിട്ട് കല്ല് പൊടിഞ്ഞ് മണ്ണായി, പാറ പൊടിഞ്ഞ് മണ്ണായി. അവിടെ മണ്ണ് അടങ്ങിയിരുന്നോ? മണ്ണിനെന്തുണ്ടായി? ഒറ്റടിക്ക് മരായ. ആ, ഒരു പുല്ലാകാൻ ഇച്ഛയുണ്ടായി മണ്ണിന്. മണ്ണ് പരിവർത്തനപ്പെട്ടിട്ട് എവല്യൂട്ട് ചെയ്ത് പുല്ലായി പരിണമിച്ചു. അപ്പൊ പുല്ലിന്റെ ജീവൻ മണ്ണിന്റെ ജീവനേക്കാളും താഴെയാണോ മുകളിലാണോ? ഉയർന്നു. ജീവന്റെ തലം ഉയർന്നു. പുല്ലിന് ജീവന്റെ തലം ഉയർന്നു. ഇനി പുല്ലിന് എന്താ ഉണ്ടായി? പുല്ലിനൊരു ഇച്ഛയുണ്ടായി. എന്തായി? മരമാകാൻ ഇച്ഛയുണ്ടായി. അപ്പൊ ജീവന്റെ തലം ഉയർന്നില്ലേ? വീണ്ടും ഉയർന്നില്ലേ? വീണ്ടും ഉയർന്നു. ജീവന്റെ തലം ഒന്നുകൂടി ഉയർന്നു. മരത്തിന് എന്തുണ്ടായി? മരത്തിനൊരു ഇച്ഛയുണ്ടായി. മൃഗമാകാൻ ഒരു ഇച്ഛയുണ്ടായി. മൃഗമാകാൻ ഇച്ഛയുണ്ടായി. ജീവന്റെ തലം ഉയർന്നു. മണ്ണിൽ ഉറച്ചു നിൽക്കല്ല, ചലിക്കും. തലം ഒന്നുകൂടി ഉയർന്നു. മൃഗത്തിനൊരു ഇച്ഛയുണ്ടായി. മനുഷ്യനാകാനായിട്ട് ഒരു ഇച്ഛയുണ്ടായി. അപ്പൊ ആരായി? മനുഷ്യനായി. 2 കാലേ നടന്നവൻ, 4 കാലേ നടന്നവൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അവൻ ആരാണ്? മനുഷ്യനാണോ അതോ ഇരുകാലി മൃഗാണോ? ഇന്നത്തെ മനുഷ്യൻ ആരാണ്? ഇരുകാലി മൃഗം. കാരണം എവല്യൂഷന്റെ പാത ഇതാണ്. അപ്പോ മനുഷ്യന് ഒരു ഇച്ഛയുണ്ടാവണ്ടേ? ആ, ഡിവൈൻ ആകണം എന്ന ഒരു ഇച്ഛയുണ്ടാകണം. ഡിവൈൻ ആകണമെന്ന ഇച്ഛയുണ്ടായാൽ ആര് കൂട്ടിന് വരും? ആര് സഹായത്തിന് വരും? ആ, പ്രകൃതി ഒന്നടങ്കം മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിക്കും. പക്ഷെ ആദ്യം എന്തുണ്ടാകണം? ഒരു ആഗ്രഹമുണ്ടാവണം, ഒരു ഇച്ഛയുണ്ടാകണം. ഇച്ഛയില്ലാത്തവൻ എന്നും അടിമയായി. ഇച്ഛയില്ലെങ്കിൽ അവൻ അടിമയാണ്, അടിമയാക്കപ്പെടും. എനിക്ക് രോഗം വേണ്ട എന്നുള്ള ഒരു ഇച്ഛയില്ലെങ്കിൽ അവൻ ആരുടെ അടിമയായിരിക്കും? രോഗത്തിൻ്റെ അടിമയായിരിക്കും, അല്ലെ ഏതെങ്കിലും ജീവിയുടെ അടിമയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിമയായിരിക്കും. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ ആരാണ്? ആരുടെ അടിമ? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട രാഷ്ട്രീയക്കാരൻ്റെ അടിമയാണ്. ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ വർഗത്തിൻ്റെ അടിമകളാക്കപ്പെടാൻ കാരണം നമുക്ക് ഇച്ഛയില്ലാതെ പോയത് കൊണ്ടാണ്. അപ്പൊ വോട്ട് ചെയ്യാനുള്ള ഒരു ഇച്ഛ മാത്രമേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഒരു ദിവസം മുഴുവൻ മെനക്കെട്ട് ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുത്ത് വന്ന് കുത്തി കൊടുക്കും അവന്. എന്തിനാണ്? നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ. നമ്മളെ അടിമകളാക്കാൻ നമ്മൾ കുത്തി കൊടുക്കുന്നതിൻ്റെ പേരാണ് വോട്ട്. അതല്ലേ വോട്ടെന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇച്ഛ കയറി പോകണം. നമുക്ക് ഡിവൈൻ ഹ്യൂമൻ ബീയിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് കുറെ തലം ഉയർന്ന പോണം. ഇപ്പം നിൽക്കുന്ന തലത്തിൽ നിന്നും കുറെ ഉയർന്നു പോകണം. ഇത് മനുഷ്യൻ്റെ ജീവൻ്റെ തലമാണെന്ന് വിചാരിക്കുക. 20% മനുഷ്യർ എവിടെയുണ്ട്? 20% മനുഷ്യർ ജീവന്റെ താഴത്തെ തലത്തിലാണ്. 20% മനുഷ്യർ ജീവന്റെ
താഴത്തെ തലത്തിലാണ്. അടുത്ത 20% മനുഷ്യര് ജീവന്റെ ഉയർന്ന തലത്തിലുണ്ട്. ജീവന്റെ തലം ഉയർന്ന തലത്തിലെത്തി, ഡിവൈനായി എന്നല്ല പറഞ്ഞേ, ഉയർന്ന തലത്തിലെത്തിയ 20% മനുഷ്യര്. താഴത്തെ തലത്തിൽ കിടക്കുന്ന ബാക്കി എത്രയുണ്ട്? 60% മനുഷ്യർ എങ്ങോട്ടാണ് പോണേ? എങ്ങോട്ടാണ് പോകേണ്ടത്? ഡിവൈനിലേക്ക് പോകേണ്ടതാണ്. ഇവിടെയാണ് നമ്മളെ വ്യത്യാസം, മനുഷ്യരിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 20% മനുഷ്യര് ഉയർന്ന തലത്തിലെത്തിയ മനുഷ്യരിവിടെ ഉണ്ട്. ഈ ഉയർന്ന തലത്തിലെത്തിയ ഒരാണും താഴ്ന്ന തലത്തിലുള്ള ഒരു പെണ്ണും കൂടി കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും ആ വീട്ടിൽ നടക്കുക? എന്തായിരിക്കും അവിടെ വീട്ടിൽ നടക്കുക? അടിയായിരിക്കില്ലേ നടക്കുക? നമ്മളെന്താ ചെയ്യണ്ടേ? അല്ല, ഉയർന്ന തലത്തിലെത്തിയ 20% മനുഷ്യർ തമ്മിൽ കണ്ണി ചേർന്നാൽ മാത്രം മതി ഈ ഭൂമിയിലെ സകല പ്രശ്നവും പരിഹരിക്കും. ഇതാരാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ പറയണേ ഉള്ളൂ. പക്ഷേ ഇതാരാ ഇവിടെ? ഭൂമിയിൽ എല്ലായിടത്തും ഇതില്ലേ? ഭൂമിയിൽ എവിടെ ഏത് മനുഷ്യരെടുത്താലും ശരി 20% മനുഷ്യർ ഉയർന്ന തലത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടല്ലോ, തൊഴിലുറപ്പിന് പോണ ഒരു സ്ത്രീ എന്നെ വിളിച്ചു, തിരുവനന്തപുരത്ത്. ആ സ്ത്രീ വിളിച്ചിട്ട് അവർ നമ്മുടെ ക്ലാസ്സൊക്കെ കേട്ടു. ഇതെങ്ങനെയോ കേട്ടു. അവരെന്താ ചെയ്യുന്നറിയാമോ? തൊഴിലുറപ്പിന് പോയിട്ട് എന്തായാലും വെറുതെ ഉഴപ്പുകയല്ലേ, വട്ടം വളഞ്ഞിരിക്കുമ്പോൾ അവർക്കുള്ള നമ്മൾ പഠിച്ച ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയണത് എന്താണ്? അത്ഭുതകരമായ ചേഞ്ചാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു വ്യക്തി ഉൾക്കൊള്ളുന്നതിനേക്കാളും 10 മടങ്ങ് കപ്പാസിറ്റിയിൽ അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവര് ഏത് പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത്? ഉയർന്ന 20% നിൽക്കുന്ന സ്ത്രീയാണത്. അവരുടെ തൊഴിലെന്താ? അപ്പൊ ഏത് താഴെ കിടക്കണവരാണേലും ശരി, ഇതിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം ഏതിൽ പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ വരില്ല. മനസ്സിലായില്ലേ? ഉയർന്ന 20% പെട്ടത് കൊണ്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, അതാണ് ഞാൻ അറിയട്ടെ, ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഒന്ന് വിളിക്കുക. എടാ, ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്, നീ വന്ന് ഇന്ന് കേക്ക്, ഒരു ദിവസം വന്നൊന്ന് കേക്ക് എന്ന് പറഞ്ഞാൽ വരുമോ? കഴുത്തെ കയറ് കെട്ടി വലിച്ചാൽ വരുമോ? വരില്ല. അവൻ ഏത് പെർസെൻറ്റേജിലാണ്? അപ്പൊ അവരോട് എന്ത് ചെയ്യണം? വിട്ടേക്ക്. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? ഈ താഴത്തെ 20% മനുഷ്യരുടെ വർത്തമാനം പറഞ്ഞ് സമയം കളയരുത്. സമയം, നമ്മളുടെ സമയം വേസ്റ്റ് ആക്കരുത്.